രണ്ട് IPSകാർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു. പിന്മാറിയില്ലെങ്കിൽ ഞാൻ പേര് വെളിപ്പെടുത്തുമെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടനിലക്കാർ വഴി ഇടപെടൽ നടത്തുന്നുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി രണ്ട് മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് SITയുടെ മീതെ ചെലുത്തുന്നത്. മുതിർന്ന രണ്ട് IPS ഉദ്യോഗസ്ഥന്മാർ, ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പോൾ പറയുന്നില്ല, പക്ഷെ ദയവ് ചെയ്ത് അവർ രണ്ടുപേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന രണ്ട് IPS ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ വൻ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. മര്യാദയുടെ പേരിൽ മാത്രമാണ് ആ ഉദ്യോഗസ്ഥരുടെ പേരുകൾ വെളിയിൽ പറയാത്തത്. ആ പേര് തങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ നിന്ന് IPS ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നും VD സതീശൻ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സത്യസന്ധവും നീതിപൂർവവുമായ അന്വേഷണം നടക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഇത് അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസാണ്. വിഷയം തങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ട്. എവിടെ പാളിച്ച വന്നാലും അവിടെ പറയും. കോടതി ഇടപെടൽ വന്നതോടുകൂടി അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. SITയിൽ തങ്ങൾ ഇതുവരെ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥ കുറ്റവാളികളെ, അതായത് വൻ സ്രാവുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സതീശൻ വ്യക്തമാക്കി. അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് കുറച്ചു ദിവസം കൂടി നോക്കാം. CBI വരണമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. കോടതി നിരീക്ഷണത്തിലായതുകൊണ്ടാണ് അന്വേഷണം ഈ നിലയിലെങ്കിലും നടക്കുന്നത്. അല്ലാത്ത പക്ഷം അന്വേഷണം എവിടെയും എത്തില്ലായിരുന്നു. സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നു അന്വേഷണമെങ്കിൽ A. പത്മകുമാറും N. വാസുവും അറസ്റ്റിലാകില്ലായിരുന്നു. ജീവനക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് കേസ് അന്വേഷണം അവസാനിപ്പിക്കുമായിരുന്നുവെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ ലഭിക്കാൻ കാരണമായത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദമായിരുന്നു. ഈ വിഷയം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ സജീവമായി നിലനിർത്തുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നാണ് ലഭിക്കുന്ന വിവരം.